പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹം അന്നുണ്ടായിരുന്നു. കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ ഒരു സീറ്റ് പിടിക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ആ വിചാരം അവരെ സംബന്ധിച്ച് അത്ര എന്താ പറയുക മോശമാണെന്ന് പറയാൻ പറ്റില്ല. അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് മാറി കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. എറണാകുളത്ത് ഹൈബി ഈഡൻ വൈപ്പിനിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാൻ സാധിക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അതിനൊന്നും നമ്മൾ എന്താ പറയുക മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, അതായത് കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ള വലിയ ലക്ഷ്യം അവരുടെ മുമ്പ് നിൽക്കുമ്പോൾ ആ സ്ട്രാറ്റജി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല, തെറ്റില്ല. അതിലുള്ളൊരു വലിയ പ്രശ്നം ഇതിപ്പോൾ പുറമേ വരുന്ന ആഗ്രഹങ്ങൾ കുറേയൊക്കെ ഈ MP-മാരുടെ തന്നെ ആഗ്രഹങ്ങളാണ്. അവർ നോക്കുമ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിൽ വരുമ്പോൾ ഞാനൊക്കെ മന്ത്രിയാവണ്ടേ എന്നൊരു ചിന്ത ഈ പ്രമുഖ MLA-മാരുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, MP-മാരുടെ ഉള്ളിൽ. അപ്പോൾ അവർ ഞാൻ ഇത്രയും കാലമായി പക്ഷേ കേരളത്തിലൊരു മന്ത്രി ആയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അതിനകത്ത് നേരത്തെ മന്ത്രിയായ ആൾക്കാരുണ്ട്, സുധാകരനെ പോലെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പിന്നെ നേരത്തെ പ്രശാന്ത് പറഞ്ഞ കേന്ദ്രത്തിലെ വിവരം അവിടെ നിൽക്കട്ടെ, കേരളത്തിൽ ലീഗിൻ്റെ അംഗസംഖ്യ ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നു. കോൺഗ്രസ്സിന് അതിനേക്കാൾ അപ്പുറത്തെത്തുന്ന തരത്തിൽ ഇപ്പോൾ പലരും CPM ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലീഗായിരിക്കും മുഖ്യമന്ത്രി, അല്ലെ ആ തരത്തിൽ അവർ പ്രചരിപ്പിക്കുന്നത്. UDF-ലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ലീഗാവും. അപ്പോൾ അതിനേക്കാളൊക്കെ മറികടന്ന് കോൺഗ്രസ്സിന് അതിൻ്റെ സർവ്വകാല പ്രതാപവും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു അംഗസംഖ്യ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിനവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഓരോ സീറ്റും വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിൽ ആര് ജയിക്കും, അല്ലെ ആരെ നിർത്തിയാൽ ജയിക്കും എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും പല MP-മാരുടെയും പേര് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അടൂർ പോലെ, കണ്ണൂർ പോലെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള പേര് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരത് വളരെ കാര്യമായി തന്നെ ആലോചിക്കേണ്ടി വരും. പക്ഷേ അതിനപ്പുറം ഉണ്ടാകുന്നൊരു വിഷയം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് പോന്നാൽ പിന്നെ ഈ ഒഴിയുന്ന സീറ്റ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് തന്നെ ജയിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ ആറ്റിങ്ങൽ പോലുള്ളൊരു മണ്ഡലം, ആറ്റിങ്ങൽ നിന്ന് അടൂർ പ്രകാശ് വന്ന് കോന്നിയിൽ മത്സരിച്ചിട്ട് ആറ്റിങ്ങൽ ഒരു MP സ്ഥാനം വീണ്ടും നിലനിർത്താൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം അത്രയും ഷുവർ സീറ്റ് അല്ലെങ്കിൽ അത്രയും കാലം CPM കൈയടക്കാൻ വെച്ചിരുന്ന ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ്. അപ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് ഒന്നും നമുക്ക് ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ 100-101 സീറ്റ് കിട്ടി ഏതാണ്ട് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് 1-2 സീറ്റ് പോലും കുറയുമ്പോഴേക്കും ഈ താഴേക്ക് പോരുകയാണത്. 99-98 എന്നൊക്കെയുള്ള മട്ടിലേക്ക് ഇപ്പോൾ 2 പേര് മാത്രമാണ് ജയിക്കുന്നെങ്കിൽ പോലും. പക്ഷേ ഇത് വളരെ ജീവൻ മരണ പ്രശ്നമാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എടുക്കുകയാണെങ്കിൽ പോലും 1-2 പേര്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇവരിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി കനകോലു സിദ്ധാന്തം അനുസരിച്ചൊക്കെ പഠനം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും സമുദായ സമവാക്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വെച്ചിട്ട് ഉള്ള ആലോചനകൾ മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷേ വലിയ മോഹങ്ങൾ വെച്ച് നടക്കുന്ന MP-മാരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിലിപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യമുണ്ട്. 1-2 പേര് മത്സരിക്കും. ഇപ്പോൾ കണ്ണൂർ പിടിക്കാൻ സുധാകരൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ കോന്നി പിടിക്കാൻ അടൂർ പ്രകാശ് മത്സരിക്കുന്നു. അങ്ങനെ തുടങ്ങിയാൽ കോഴിക്കോട് നോർത്ത് പിടിക്കാൻ MK രാഘവൻ മത്സരിക്കുന്നു. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഒരു സീറ്റ് പിടിക്കാൻ മത്സരിക്കുന്നു. ശശി തരൂർ നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആന്റോ ആന്റണി ആ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈബി ഈഡൻ ആ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും മത്സരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ആർക്കെങ്കിലും ഒരാൾക്ക് ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ പ്രധാനമായിട്ട് അന്ന് നമ്മൾ ഇതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന് 2019 അന്നൊരു വലിയ മോഹങ്ങളൊക്കെ ആയിട്ടാണ് ഈ സീനിയർ നേതാക്കന്മാരെല്ലാം മത്സരിച്ചതും ഡൽഹിക്ക് പോയതും ഒക്കെ. ലോക്സഭയിലേക്ക് മത്സരിച്ച ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വല്ലാത്ത തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്നുള്ള ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയിലാണ് അവർ മത്സരിച്ചത്. അന്ന് ജയിച്ചു. അതേപോലെ തന്നെ സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുന്ന തരത്തിൽ വീണ്ടും ജയിച്ചു. പക്ഷേ ഈ 10 വർഷം അവിടെ ഇരിക്കുന്നു. ഡൽഹിയിൽ പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട്. സത്യത്തിൽ കേരളത്തിൽ നിന്ന് പോയ എത്ര MP-മാരുണ്ട് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്? ഇപ്പം ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകെ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബില്ലുകളെ കുറിച്ചുള്ള പഠനവും കാര്യങ്ങളൊന്നുമില്ല. ബില്ലിൽ വളരെ എന്താ പറയുക പഠിച്ചുകൊണ്ട് പോയി അവിടെ പ്രസന്റ് ചെയ്യാനൊന്നുമില്ല. കാരണം ഒരു ബില്ലും അങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, അതെടുത്ത് പോവാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്ന എത്ര പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? വളരെ ചുരുക്കം ആളുകൾ. KC വേണുഗോപാലിനെ പോലെയുള്ള
വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ തരത്തിൽ ശബ്ദമുയർത്തി കേരളത്തിന്റെ ഒരു ശബ്ദം കാണിക്കും. ഇപ്പോൾ പിന്നെ കൊല്ലം MP അത് പ്രേമേന്ദ്രൻ ആ കാര്യത്തിൽ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് അവിടെ അതിന് പെർഫോം ചെയ്യാനാവുന്നില്ല. പിന്നെ അവരവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ മന്ത്രിസ്ഥാനം എന്നെ വിളിക്കുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ടാണ് ഈ MP മാരെല്ലാവരും കൂടി കൂട്ടത്തോടെ ഇവിടേക്ക് വരാൻ നോക്കുന്നത്.